ആ മൗനം തന്നെയാണ് അവരാണ് ഇതിനകത്ത് 1-ാം നമ്പർ കുറ്റക്കാർ എന്നുള്ളതിന്റെ തെളിവ്. അതല്ലെങ്കിൽ ഇത്രമാത്രം വൈകാരികമായ വിശ്വാസപരമായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഈ സർക്കാർ നടപടികൾ എടുക്കാൻ വൈകി എന്നുള്ളതും ഈ ഇതിനകത്തുള്ള റിപ്പോർട്ടുകൾ മറച്ചു വെച്ചു എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിൽ ഹരിവരാസനം കഴിഞ്ഞ് എല്ലാ അത്താഴകൂട്ടും എല്ലാം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ പോയി ഇളക്കിയെടുത്തോണ്ട് പോയതല്ലല്ലോ. അങ്ങനെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്? ഹരിവരാസനം കഴിഞ്ഞ് അയ്യപ്പൻ കിടന്നുറങ്ങുന്ന സമയത്ത് ആരും കാണാതെ പോയിട്ട് ഈ ഇപ്പൊ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയതല്ലല്ലോ. ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് വഴിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടുത്തെ താരതമ്യേന യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത ഒരാൾക്ക്, അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു കീഴ്ശാന്തിയുടെ കീഴിൽ നിന്നിരുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിലൂടെ സ്വർണ്ണ പാളികളെ ചെമ്പ് പാളി എന്ന് എഴുതി വെച്ച് കൊടുത്തുവിട്ടതല്ലേ. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കൈ മാത്രമാണ്. ആ കൈ അതിനകത്തുള്ള ആ ആളെ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതൃത്വമാണ്. ഇപ്പോ നോക്കൂ, കോൺഗ്രസ് പറഞ്ഞതല്ലല്ലോ, ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഇവിടത്തുള്ള പാളികൾ പുറത്തു കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അതല്ലേ ഇപ്പോ ചെന്നൈയിലെ ഈ അവിടുത്തെ ഈ സ്വർണം പൂശിയ സ്ഥലത്തെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. കൊണ്ടുവന്നിരുന്ന ചെമ്പുപാളിയായിരുന്നു, അതിന് പഴക്കമില്ലായിരുന്നു എന്നുള്ളത് പറയുമ്പോ ആ വിശ്വാസപരമായ മൂല്യമുള്ള അവിടുത്തെ ചെമ്പുപാളി, അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മുടെ ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ളത് പുറത്ത് വലിയ തുകയ്ക്ക് വിറ്റു എന്നുള്ളതല്ലേ. ഇതാണ് കൃത്യമായിട്ട് പറയുന്നത്. അതെങ്ങനെ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി? ആ സാഹചര്യം ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊണ്ടുപോയി ഏതാണ്ട് മറ്റേ ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി പിരിക്കുന്നത് പോലെ ദേവസ്വം ബോർഡ് ആദ്യം മറുപടി പറയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടെ ആളുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് അതിൽ കണ്ട വിശ്വാസ്യത എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ കൊടുത്ത ഉത്തരവിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ഏതൊരു ഉദ്യോഗസ്ഥ തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് കൂടി എടുത്ത തീരുമാനം പ്രസിഡന്റിന്റെ ഉത്തരവോട് കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു മനസ്സിലാവും. 2022 തന്നെ ഇതിനകത്ത് കള്ളത്തരം നടന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്ക് ഉൾപ്പെടെ അറിയാമായിരുന്നല്ലോ. ആ റിപ്പോർട്ടൊക്കെയാണല്ലോ ഹൈക്കോടതി കൊടുത്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ നടന്നത് കൊള്ളയാണെന്ന് പറഞ്ഞത്. അപ്പോ ഇത്തരത്തിൽ കൊള്ള നടത്തിയ ഒരാളാണെന്ന് അറിഞ്ഞിട്ട് 2025 ഇയാളെ വീണ്ടും എന്തിനു വിളിച്ചു വരുത്തി? എന്തുകൊണ്ട്? ഇയാള് അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പാണല്ലോ പീഠം കാണാതെ പോയ സാഹചര്യം ഉണ്ടായത്. ആ പീഠം അവസാനം ഇയാളുടെ വീട്ടിൽ നിന്ന്, ഇയാളുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചല്ലോ. ഭാര്യയല്ല, സഹോദരിയുടെ വീട്ടിൽ നിന്ന്. എന്നിട്ട് അയാള് അവസാനം വന്നിട്ട് അത് അംഗീകരിച്ചല്ലോ കിട്ടിയത്. എന്തുകൊണ്ട് അത്രമാത്രം വിശ്വാസപരമായ മൂല്യമുള്ള അത്തരത്തിൽ ഈ അയ്യപ്പന്റെ അയാൾക്ക് എന്തുകൊണ്ട് മോഷണക്കുറ്റത്തിൽ കേസെടുത്തില്ല? എന്തുകൊണ്ട് 2022 മുതൽ ഇത്തരത്തിലുള്ള പാളിയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് ശബരിമലയിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞൊരു FIR ഇട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല? അപ്പോ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ദേവസ്വം പ്രസിഡന്റുമാരെ അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെ അവതാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കൊള്ള നടത്തിയതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ എല്ലാ മൂല്യങ്ങളെയും വിട്ട് വ്യക്തി അധിക്ഷേപവും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ അധിക്ഷേപിച്ച് ബോഡി ഷേമിംഗ് നടത്തി ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ട ചർച്ചകളെ മാറ്റാൻ അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിലേക്ക് ഇതിനെ ഡൈഗ്രസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിഷയത്തിലും മറുപടിയില്ല. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഓരോരോ ഇവർ നടത്തിയ കൊള്ളകൾ മുഴുവൻ പറഞ്ഞിട്ട് ആ ദേവസ്വം പ്രസിഡന്റും മന്ത്രിമാരും ഉൾപ്പെടെ ഇപ്പോഴും അവിടുത്തെ അധികാര സ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുന്നത് അതിനകത്ത് നടത്തിയ കൊള്ള. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസപരമായിട്ട് ഈ ദേവസ്വം പ്രസിഡന്റ് അല്പമെങ്കിലും വിശ്വാസം ഈ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിലുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ 1 മിനിറ്റ് ഇരിക്കാൻ അയാൾക്ക് മനസ്സുകൊണ്ട് പറ്റുമോ? തന്റെ സമയത്ത് നടന്നിരിക്കുന്ന ഈ കൊള്ള ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്നിരിക്കുന്ന വിഷയങ്ങൾ, ഈ അയ്യപ്പ ഭക്തി എന്ന് പറയുന്നത് ഇവരുടെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തി ഉണ്ടല്ലോ, എന്തെങ്കിലും ആത്മാർത്ഥതകളിലാണെങ്കിൽ അപ്പ രാജിവെക്കില്ലേ? ശബരിമലയിലെ വിശ്വാസ സംരക്ഷിക്കുകയാണ് ഏറ്റവും വിശ്വാസമല്ല വിശ്വാസ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.